ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്ത്രപ്രധാനമായ വിദേശ ഭൂപ്രദേശങ്ങൾ യുഎസിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തന്റെ ഒന്നാം ഭരണകാലത്തും തുടർന്ന് അധികാരമേറ്റ രണ്ടാം ഭരണകാലത്തും ട്രംപ് മുന്നോട്ട് വെച്ച അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് ഈ അധിനിവേശ നീക്കങ്ങൾ ട്രംപ് നടത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. വെനസ്വേലയ്ക്ക് പിന്നാലെ ട്രംപ് ഇപ്പോൾ കണ്ണുവച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡിലാണ്. ഇതുകൂടാതെ ബ്രസീലിലേക്കും ഇടപെടൽ നടത്താൻ വേണ്ടി ട്രംപ് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രസീലും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ വാർത്തയായിരുന്നു. എന്നാൽ ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡ സിൽവ ട്രംപിന് ശക്തമായ മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രീൻലാൻഡിലേക്കുള്ള ട്രംപിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ചാണ്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഡെൻമാർക്ക് രാജ്യത്തിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കണമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾക്ക് പിന്നാലെ വലിയ വിവാദങ്ങൾക്കാണ് ലോകം സാക്ഷിയാകുന്നത്. ഇപ്പോൾ ഇതാ ഗ്രീൻലാൻഡിൽ അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ട്രംപും അനുയായികളും സ്വീകരിച്ചുവെന്നാണ് റിപ്പോർട്ട്. സമീപ മാസങ്ങളിൽ ട്രംപ് അനുകൂലികളായ തീവ്ര വലതുപക്ഷ പ്രവർത്തകരും മുൻ ഭരണകൂട ഉദ്യോഗസ്ഥരും ഗ്രീൻലാൻഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഡാനിഷ് അധികൃതർക്കിടയിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ദ്വീപിന്റെ രാഷ്ട്രീയ ഭാവി അട്ടിമറിക്കാനും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമായാണ് ഡെൻമാർക്ക് ഇതിനെ വീക്ഷിക്കുന്നത്. പ്രശസ്ത അന്താരാഷ്ട്ര മാധ്യമമായ ദി ന്യൂയോർക്കർ പുറത്തുവിട്ട വിശദമായ റിപ്പോർട്ടിലാണ് ട്രംപിന്റെ താൽപര്യങ്ങൾ കേവലം ഒരു പ്രസ്താവനയിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് കൃത്യമായ അജണ്ടകളോടെയുള്ള തന്ത്രപ്രധാന രാഷ്ട്രീയ ക്യാമ്പയിനായി മാറിയെന്നും വ്യക്തമാക്കുന്നത്. അനൌദ്യോഗിക ദൂതന്മാർ, ബിസിനസ് പ്രമുഖർ, മുൻ ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്ന ഒരു വലിയ ശൃംഖല തന്നെ ഈ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. ട്രംപിന്റെ ഒന്നാം ഭരണകാലാവധി അവസാനിച്ചതിനു ശേഷവും അദ്ദേഹത്തിന്റെ അനുയായികൾ ഗ്രീൻലാൻഡിലെ ഇടപെടലുകൾ ഉപേക്ഷിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിലെ മുൻ ട്രഷറി ഉദ്യോഗസ്ഥൻ ടോം ഡാൻസ്, മുൻ സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർ ഡ്രൂ ഹോൺ എന്നിവരാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാനികൾ. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ഗ്രീൻലാൻഡ് നയരൂപീകരണ ചർച്ചകളിൽ പങ്കാളികളായിരുന്നു. ഇരുവരും ഔദ്യോഗിക പദവികൾ ഒഴിഞ്ഞ ശേഷവും ദ്വീപിലെ പ്രമുഖരുമായി സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമായിരുന്നു. ഇതിനു പുറമെ അമേരിക്കയിലെ കൺസർവേറ്റീവ് രാഷ്ട്രീയ നിരീക്ഷകരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഗ്രീൻലാൻഡ് സന്ദർശിച്ച് ഈ പ്രദേശം ഭാവിയിൽ അമേരിക്കയുടെ ഭാഗമാകാൻ പോകുന്ന ഒന്നാണെന്ന രീതിയിൽ യുഎസ് ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുമായി ലയിക്കുന്നതിന് അനുകൂലമായ പ്രാദേശിക പിന്തുണ ഉണ്ടെന്ന തരത്തിൽ ഇവർ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് ഗ്രീൻലാൻഡ് ആരോപിച്ചു. അമേരിക്കയുടെ ലയന നീക്കങ്ങൾക്കെതിരെ ഗ്രീൻലാൻഡിൽ ജനരോക്ഷം ആളിപ്പടരുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ ന്യൂക്കിൽ ഏതാണ്ട് 1000-ഓളം ആളുകൾ പങ്കെടുത്ത കൂറ്റൻ പ്രതിഷേധ പ്രകടനമാണ് നടന്നത്. ദ്വീപിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രതിരോധമായിരുന്നു അത്. അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് മാർച്ച് ചെയ്ത പ്രതിഷേധക്കാർ തങ്ങളുടെ സ്വയം നിർണയ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ട്രംപിന്റെ പ്രസ്താവനകളെ കാണുന്നതെന്ന് പറഞ്ഞു. ബൈക്കേഴ്സ് ഫോർ ട്രംപ് എന്ന സംഘടനയുടെ സ്ഥാപകനായ ക്രിസ് കോക്സ് ഗ്രീൻലാൻഡ് സന്ദർശിച്ച് പ്രാദേശിക വിഭജനങ്ങൾ മുതലെടുക്കാൻ ശ്രമിച്ചതായും ഡാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാഷിംഗ്ടണുമായി അടുക്കാൻ താൽപ്പര്യമുള്ള ഗ്രീൻലാൻഡ് നിവാസികളെ കണ്ടെത്തുകയായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ കണ്ണ് ഈ ദ്വീപിലേക്ക് എത്താനുള്ള പ്രധാന കാരണം വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ആർട്ടിക് മേഖലയിൽ ഏറെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് ഗ്രീൻലാൻഡിനുള്ളത്. നിലവിൽ ഡെൻമാർക്കുമായുള്ള ദീർഘകാല കരാറുകൾ പ്രകാരം അമേരിക്കയ്ക്ക് ഈ പ്രദേശത്ത് സൈനിക പ്രവേശനമുണ്ട്. കൂടാതെ വടക്കൻ ഗ്രീൻലാൻഡിൽ തന്ത്രപ്രധാനമായ പീറ്റുഫിക് സ്പേസ് ബേസ് അമേരിക്ക വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന പ്രവർത്തനങ്ങൾ ഗ്രീൻലാൻഡിനെ യുഎസ് ദേശീയ സുരക്ഷയ്ക്ക് കൂടുതൽ നിർണായകമാക്കുന്നുവെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പുതിയ വാദം. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഒരു സ്വതന്ത്ര ഗ്രീൻലാൻഡ് രൂപീകരിക്കപ്പെട്ടാൽ അത് ചൈന പോലുള്ള വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാധീനത്തിന് എളുപ്പത്തിന് ഇരയായേക്കാമെന്ന ആശങ്ക ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു. ഇതിനു പുറമെ ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികൾക്കിടയിലുള്ള വൻതോതിലുള്ള അപൂർവ ധാതുക്കളുടെയും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെയും സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ താൽപര്യം ജനിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക വികസനത്തെ വാഷിംഗ്ടണുമായുള്ള അടുത്ത ബന്ധവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നിരവധി ട്രംപ് അനുകൂലികളും മുൻ ഉദ്യോഗസ്ഥരും ദ്വീപിലെ ഖനന നിക്ഷേപ സാധ്യതകളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിലും വർദ്ധിച്ചുവരുന്ന ആശങ്ക ട്രംപിന്റെ ഇത്തരം ഏകപക്ഷീയമായ പ്രസ്താവനകളും നീക്കങ്ങളും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഗ്രീൻലാൻഡിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾ മാത്രമാണെന്ന് ഡെൻമാർക്ക് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയുടെ ഈ ആക്രോശകരമായ നിലപാടുകൾ ദീർഘകാലത്തെ അറ്റ്ലാന്റിക് സഖ്യബന്ധങ്ങളെ തകർത്തേക്കുമെന്ന ഭയത്താൽ ചില ഡാനിഷ് നയരൂപീകരണ വിദഗ്ധരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മുൻകരുതൽ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗ്രീൻലാൻഡ് മറ്റൊരു രാജ്യത്തിന് കൈമാറുമെന്ന തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം ശക്തമായി നിരസിച്ചിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അധികാരത്തിൽ വന്ന ഗ്രീൻലാൻഡിലെ പുതിയ സഖ്യ സർക്കാർ സ്വാതന്ത്ര്യം, വിദേശ പങ്കാളിത്തം, സാമ്പത്തിക വികസനം എന്നിവ സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ ഗ്രീൻലാൻഡ് നിവാസികൾ മാത്രമായിരിക്കും എടുക്കുകയെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഗോള ശ്രദ്ധയിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ട്രംപിന്റെ വിദേശ നയങ്ങളിൽ ഗ്രീൻലാൻഡ് ഇപ്പോഴും ഒരു പ്രധാന അജണ്ടയായി തുടരുകയാണ്. ശക്തമായ US ഇടപെടൽ ആർട്ടിക് മേഖലയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുമെന്നുമാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ തന്ത്രപ്രധാനവും രാഷ്ട്രീയവുമായ നേട്ടങ്ങൾക്കായി ഒരു ചെറിയ പ്രദേശത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കൻ അധിനിവേശ ശ്രമമായാണ് വിമർശകർ ഇതിനെ കാണുന്നത്. തൽക്കാലം ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഏതൊരു തീരുമാനവും അവിടുത്തെ ജനങ്ങൾ തന്നെ കൈക്കൊള്ളുമെന്നുമുള്ള നിലപാടിൽ ഗ്രീൻലാൻഡ് നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. എങ്കിലും ഈ ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ ഗ്രീൻലാൻഡ്, ഡെൻമാർക്ക്, അമേരിക്ക എന്നിവർ തമ്മിലുള്ള ബന്ധത്തെ ഇതിനകം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര രാഷ്ട്രീയ തലത്തിൽ ആർട്ടിക് മേഖലയുടെ വളർന്നുവരുന്ന പ്രാധാന്യത്തെ ഇത് അടിവരയിടുന്നു.